ഹൈ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് ഡിഫറെൻറ്റ് കളർ ടോൺസ് ഉള്ള ഫോട്ടോസ് തമ്മിൽ എങ്ങനെ മെർജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ബയോ നമ്മളിന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു വാമായിട്ടുള്ള ഒരു ഈവനിങ് ടെമ്പറേച്ചറുള്ള ഇമേജാണ്. ഇത് ജനറേറ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ഈ ഇമേജ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ മെർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 ഡിഫറെൻറ്റ് കളർ ടോൺസ് ഉള്ള 3 ഡിഫറെൻറ്റ് പരിപാടിയുള്ള ഇമേജസ് ആണ്. ഫസ്റ്റ് നമ്മൾ മെർജ് ചെയ്യാൻ പോകുന്നൊരു ഇമേജ് എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു ഇമേജാണ്. നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്തൊരു ഇമേജാണ്. ആദ്യം നമ്മൾ ഈ കറക്റ്റായിട്ട് റീസൈസ് ചെയ്യണം. ഇതിന് പല മെത്തേഡ്സ് ഉണ്ടാവും ഈ നമ്മളിങ്ങനെ സിങ്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള, അതായത് ഒരു 20 സെക്കൻഡ് താഴത്ത് പെട്ടെന്ന് സിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ സെലക്ഷൻ കണ്ടോ, അതായത് ഹാർമണൈസ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ജനറേറ്റ് ചെയ്യുന്ന ടൈം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഫോട്ടോ കറക്റ്റായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് മാച്ച് ചെയ്ത് തരും. നമുക്ക് നോക്കാം. കണ്ടോ, എക്സാക്റ്റ് നമ്മുടെ ഫേസ് മാറാതെ തന്നെ നമുക്ക് ഒരു കളർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്കതിൻ്റെ ബിഫോറും ആഫ്റ്ററും കാണാം. ബിഫോർ കണ്ടോ, ഒരു സൈഡ് ഷാഡോ ആയിരുന്നു, മറ്റേ സൈഡ് നല്ലൊരു വെട്ടം ഉണ്ടായിരുന്നു, വൺ സൈഡ് ലൈറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി ഈ ബാക്ക്ഗ്രൗണ്ടിൽ എവിടുന്നാണോ ലൈറ്റ് വരുന്നത്, ഈ ഈവൺ ലൈറ്റാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത്, അതേപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്ത് കിട്ടുന്നുണ്ട്. അടുത്ത ഇമേജ് ഞാൻ നോക്കുന്നതെന്ന് പറയുന്നത് ഇതൊരു ജനറേറ്റഡ് ആയിട്ടുള്ള ലേഡി ഇമേജാണ്. ഒരു ബ്ലൂ കയറിയ ഒരു ടോണാണ്. അത് നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ഇതിന് ജസ്റ്റ് കളറിങ് എന്ന രീതിയിൽ മാത്രം, അതായത് ഒരു കളർ മാച്ചിങ് എന്ന രീതിയിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. നമുക്ക് ഇതും അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ട് പ്ലേസ് ചെയ്ത ആ ലേഡിയുടെ ഇമേജും നമുക്ക് കറക്റ്റായിട്ട് സിങ്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട്, അത് ബിഫോർ ആഫ്റ്റർ കാണുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവും. ഇതുണ്ട്, ആക്ച്വലി ആ ഹെയറിൻ്റെ അവിടെ കുറച്ച് വൈറ്റ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതുണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് സിങ്ക് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി ഇത് ഏറ്റവും ബെസ്റ്റ് പാർട്ടെന്ന് പറയുന്നത്, നമുക്ക് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഷാഡോസൊക്കെ കറക്റ്റ് ആവുമോ നമുക്ക് നോക്കാം. ഇതൊരു സിംഗമാണ്. സിംഗത്തെ നമ്മൾ കോപ്പി ചെയ്യുന്നു. നമുക്ക് ഈ സിംഗത്തിനെ പ്ലേസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഗ്രൗണ്ടിൽ പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന പോലെ ഷാഡോസൊക്കെ കറക്റ്റായിട്ട് കിട്ടുമോ നമുക്ക് നോക്കാം. നമുക്കൊരു ഈ രീതി കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് എന്ന രീതിയിൽ ഈ ഒരു സൈഡിൽ നമുക്ക് ഷാഡോ കിട്ടുമോ നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് സെറ്റ് സാധനമാണ്. കാരണം ഇതിൻ്റെ നമ്മുടെ ഈ ഷൂസിൻ്റെ അടിയിലെ മറ്റേ ഷാഡോസില്ലേ, അതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കിക്കോണേ. ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഫോട്ടോ. ഇപ്പോൾ ഡീറ്റെയിലിംഗ് വന്നിട്ട് ഷൂസിൻ്റെ കളറെല്ലാം മാച്ച് ആയിരിക്കുന്നുണ്ടോ, പുള്ളിയുടെ ഫേസിലൊക്കെ വന്ന ആ ഒരു ഇത് കണ്ട, ഒരു ചേഞ്ച്, ആ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള മാച്ച് എല്ലാം സെറ്റാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് പെയ്ഡ് വെർഷൻ ഓഫ് ഫോട്ടോഷോപ്പിലാണ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണം, പഠിക്കണമെങ്കിൽ ഫോളോസ്.